ഇത്രയേ ഉള്ളൂ എൻ്റെ ചൊടി. നിസ്സാരം. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് കുക്കിംഗ് വ്ളോഗോ ഫുഡ് വ്ളോഗോ ഒന്നുമല്ല. ഞാൻ ഇന്ന് എൻ്റെ നാട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഞാൻ നാട്ടിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ ബാഗ് ഒന്നും ഞാൻ പാക്ക് ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു കുട്ടി വ്ളോഗും പിന്നെ അതേ കണക്ക് തന്നെ കുട്ടി നമ്മളൊരു വീട് അടച്ചിട്ടിട്ട് പോകുമ്പോൾ കുട്ടി ജോലികളാണല്ലേ. അപ്പം ആ കുട്ടി ജോലികളുമാണ് ഇന്ന് നിങ്ങളെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം എൻ്റെ വീട്ടിലെ ഗാർഡൻ നല്ല കുറേ അധികം ചെടികളുണ്ട്. അപ്പോഴത്തേക്ക് ആ ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കണം. ഒരു അരമണിക്കൂറത്തെ ജോലിയുണ്ട്. അപ്പോൾ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കണം. ഇപ്പം സമയം ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൈകുന്നേരം 4:30ക്കുള്ള ട്രെയിനിലാണ് പോകുന്നത് പരശുരാമിൽ. അപ്പം 4:30 പോകുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു വെയിലൊക്കെ താന്ന് 3 മണിയാകുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഒരുങ്ങിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നൊന്ന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് 3:30 ആകുമ്പോൾ ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. 4:30 ട്രെയിൻ ആകുമ്പോഴത്തേക്ക് 3:30 ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ കൂട്ടുകാരിൻ്റെ വീട്ടിൽ ഞാൻ വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് ഓട്ടോയിലാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നത്. അവിടെ വീട്ടിൻ്റെ ഏകദേശം അടുത്താണ് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ. നൈമേൻ്റെ വീട്ടിലാണ് നമ്മൾ വണ്ടി വെക്കുന്നത്. അപ്പോൾ അവളെ വീട്ടിൽ വണ്ടി വെക്കുന്നത് അവള് ടീച്ചറാണ്, നഴ്സറി ടീച്ചറാണ്. അപ്പോൾ അവള് നഴ്സറി വിട്ട് വരുന്നത് 3:30ക്കാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ 3:45 അവൾ വീട്ടിലെത്തോളൂ. അവൾ വീട്ടിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ എത്തിയാൽ മതി. അപ്പം തന്നെ ഒരു ഓട്ടോ അവള് ഓൾറെഡി 3:45 ഓട്ടോ വരണമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഓട്ടോയും അവിടെ കാണും. അപ്പോഴത്തേക്ക് ഓട്ടോയിൽ കയറി നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകും. എന്നിട്ട് ഇവരെ എല്ലാവരെയും പിടിച്ചുകൊണ്ട് നേരെ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ പോകണം. അതാണ് ഒരു ചടങ്ങായിട്ടുള്ളത്. അല്ലാതെ വേറെല്ലാം സിമ്പിളാണ്. അപ്പോൾ നേരെ നമുക്ക് ബാഗ് പാക്കിങ്ങിൽ തുടങ്ങാം. ബാഗ് പാക്ക് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഗാർഡനിൽ വെള്ളം ഒഴിക്കണം. പിന്നെ അടുക്കള അത് ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് സ്ലാബൊക്കെ തുളച്ചിടണം. പാത്രമെല്ലാം കഴുകി വെച്ചിട്ടൊന്ന് ക്ലിയർ ആക്കണം. തറയൊന്ന് തൂത്തിടണം. ഇത് ഇത്രയും മാത്രമേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വ്ളോഗിൽ. ഇത് ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ 10:30 മണിയായല്ലോ, 3:30 മണിയാവും. അപ്പോഴത്തേക്കും നമുക്ക് പോകാനും റെഡിയായി എല്ലാം ചെയ്യണം. പിന്നെ ഉള്ള ജോലി മറിമോനെ കൂട്ടിലാക്കണം. ഇതാണ് എൻ്റെ ഇന്നത്തെ ജോലി. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ജോലി, നിസ്സാരം. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്യണം. ബെല്ലൈക്കണില്ലേ, ഓൾ എന്ന ഓപ്ഷൻ, അതും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലീസ്. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, കമൻറ്റും ചെയ്യണം. അപ്പം നേരെ നമുക്ക് ബാഗ് പാക്കിങ്ങിലോട്ട് പോവാം. എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണമെന്ന് ഇന്നലെ രാത്രി ഒരു തീരുമാനം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അതിനെ കുറിച്ച് ടെൻഷൻ ഇല്ല. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഷർട്ടും വേണം, ഒരു പാൻറ്റും എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് വീട്ടിൽ ഇടാനായിട്ട് 2 ജോഡി ഡ്രസ്സ്, സച്ചിനും ധ്രുവനും ഒരു 4 ജോഡി ഡ്രസ്സ്. കാരണം എൻ്റെ ഇരട്ടി ഡ്രസ്സ് അവരൊക്കെ വേണം. കാരണം എപ്പോഴാണ് എവിടെയാണ് ഏത് ചെളിയിലാണ് പോയി വീഴണമെന്ന് പറയാൻ പറ്റില്ലല്ലോ, വീട്ടിടാൻ മാത്രമായിട്ട്. പിന്നെ അങ്ങോട്ട് പോകണ വഴിക്ക് എനിക്ക് അമ്പലത്തിൽ ഇടാൻ വേണ്ടി ഒരു ഡ്രസ്സ്, നമ്മൾ നാളെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിരിപ്പുണ്ട്. അതിനാണ് ഞാൻ അപ്പച്ചൻ്റെ ഷർട്ടും പെൻറ്റും ഒക്കെ എടുത്ത് വെക്കുന്നത്. അതിനകത്തിന് എനിക്ക് അമ്പലത്തിൽ പോകാനും ഡ്രസ്സ് വേണം. അപ്പോൾ 2 ജോഡി വീട്ടിയുടെ അവരൊക്കെ 2 പേർക്കും 4 ജോഡിയും അല്ലാതെ 2 ജോഡിയും പിന്നെ ഇട്ടുകൊണ്ട് പോകാനായിട്ട്. അപ്പോൾ ഇത്രയും ഡ്രസ്സ്, പിന്നെ ബ്രഷ്, അത് മറക്കരുത്. എല്ലാ പ്രാവശ്യവും ഞാൻ അവിടെ ചെന്നിട്ടാണ്. പണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ട് ഞാൻ എല്ലാ ദിവസവും സുരേന്ദ്രൻ മാമന്റെ കടയിൽ, ഇവിടെ ചേരാവള്ളിയിൽ സുരേന്ദ്രൻ മാമന്റെ കടയിൽ പോയി ബ്രഷ് വാങ്ങാനായിരുന്നു എൻ്റെ ജോലി. ഇപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ബ്രഷ് എടുത്തില്ല. സച്ചുവിന്റെ ധ്രുവന്റെ ബ്രഷ് എടുത്തുകൊണ്ട് ബാഗ് വെച്ച് എൻ്റെ ബ്രഷ് കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവ എടുത്തില്ല. അങ്ങനെ ഞാൻ ബ്രഷ് ഒന്നേന്ന് പോയി കടയിൽ പോയി വാങ്ങിച്ച് ബ്രഷ് അവിടെ തന്നെ വെച്ചിട്ട് വന്നു. അതുകൊണ്ട് എൻ്റെ ബ്രഷ് എടുക്കണ്ട. എന്നാലും ഞാൻ ബ്രഷ് വിചാരിച്ച് 3 നേരം ഒരുമിച്ച് എടുത്തോണ്ടങ്ങ് പോവാം. അങ്ങനെ ബ്രഷ് എടുത്ത് വെക്കണം. പിന്നെ മേക്കപ്പ് സാധനങ്ങൾ, കുറച്ച് സാധനങ്ങൾ മാത്രം അത് എടുത്ത് വെക്കണം. അതിൻ്റെ ആവശ്യമില്ല. കാരണം വീട്ടിൽ 2 പെണ്ണുങ്ങളായത് കൊണ്ട്, നമ്മൾ 2 പെൺകൊച്ചുങ്ങളായത് കൊണ്ട് വീട്ടിൽ അത്യാവശ്യം സാധനങ്ങളുണ്ട്. അതുകൊണ്ട് മേക്കപ്പ് സാധനമൊന്നും എടുത്ത് വെക്കേണ്ട. കമ്മലെങ്ങാനും എടുത്ത് വെച്ചാൽ എൻ്റെ അനിയത്തി ഇങ്ങനെ കമ്മലൊന്നും യൂസ് ചെയ്യുന്നത്. അപ്പം കമ്മൽ മാത്രം എടുത്ത് വെച്ചാൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ എല്ലാ സാധനവും എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ നേരെ പിന്നെ വല്ല സാധനം ഉണ്ടോ? കുടിക്കാനുള്ള വെള്ളം, സ്നാക്സ്, അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കൊച്ചേച്ചിയുടെ കടയിൽ പോയി വാങ്ങിക്കാം. അല്ലെങ്കിൽ പോണ വഴിക്ക് കൊച്ചേച്ചിയുടെ കടയിൽ നിന്ന് വാങ്ങിച്ചുണ്ടെങ്കിൽ പോയാൽ മതിയല്ലോ. സ്നാക്സ് വല്ലോ, കാരണം സ്നാക്സ് ലൈറ്റായിട്ട് വല്ലതും മതി. കാരണം അവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ അപ്പച്ചേട്ടൻ ഹെവി ആയിട്ട് വല്ലതും കഴിപ്പിക്കും. അതുകൊണ്ട് ആ ചെന്നിറങ്ങുന്ന സമയത്ത് മാത്രം ആ ഒരു ഡ്യൂറേഷൻ ഒരു 2 മണിക്കൂർ അവർക്ക് വിശക്കുമ്പോഴത്തേക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും സ്നാക്സ് മതി. അപ്പം നേരെ നമുക്ക്
ബാഗ് പാക്കിംഗ്. ഇതാണ് ഞാൻ കൊണ്ടുപോകുന്ന ബാഗ്. അമ്മാളുവിൻ്റെ ബാഗാണ്. അമ്മാൾ പോയപ്പോഴത്തേക്ക് ഇവിടെ ഇട്ടിട്ട് പോയ ബാഗാണ്. അപ്പം ഞാൻ പയ്യെ ഇങ്ങനെ തൂക്കിക്കൊണ്ട് വന്നു. തൂക്കി ഞാൻ വിചാരിച്ചു ഇതാകുമ്പോഴത്തേക്ക് എനിക്ക് പറ്റിയ ബാഗാണ് എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ബാഗ് കൊള്ളുന്ന സാധനം മാത്രം കൊണ്ടുപോയാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബാഗിന് കൊണ്ടുവന്നു. എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് വന്നു. അവൾ ഹോസ്റ്റലിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബാഗാണ്. ഇവിടെ നിന്ന് ഹോസ്റ്റലിലോട്ട് പോകുമ്പോഴത്തേക്ക് അവൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സ് ഇങ്ങോട്ട് കൊണ്ടുപോവുകയും അങ്ങോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ബാഗാണ്. അങ്ങനെ ഞാൻ ഈ ബാഗ് എൻ്റെ അങ്ങ് സ്വന്തമാക്കി. അവൾ വരുമ്പോഴത്തേക്ക് ഇനി അടികൂടി വാങ്ങുമെന്ന് എനിക്കറിയത്തില്ല. വാങ്ങിച്ചാലും ഞാൻ കൊടുക്കൂല. അങ്ങനെ ബാഗൊക്കെ എടുത്ത് വെച്ചു. ബാഗ് എല്ലാ പ്രാവശ്യവും ഞാൻ വീട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ വെയിലത്തിട്ട് ഉണക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ കഴുകിയും ഇടാറുണ്ട്. കഴുകി 2 ദിവസം ഉണക്കൊള്ളുമ്പോഴത്തേക്ക് ബാഗ് വീണ്ടും പുത്തനാകും. അത് കണക്കെടുത്തുകൊണ്ട് വന്ന് ഈ അലമാരയുടെ സൈഡിലങ്ങ് വെച്ചേക്കുകയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അപ്പുച്ചേട്ടൻ്റെ ഡ്രസ്സ് തന്നെ ആദ്യം തന്നെ എടുത്ത് കട്ടിൽ വെച്ചു. അല്ലെങ്കിൽ ഞാൻ മറന്നെങ്ങാനും പോയ അപ്പുച്ചേട്ടൻ എന്നെ വീണ്ടും ഡ്രസ്സ് എടുപ്പിക്കാൻ വേണ്ടി എന്നെ രണ്ടാമത് ഇങ്ങോട്ട് പറഞ്ഞു വിടുമെന്ന് എനിക്കറിയാം. കാരണം എന്തെന്നാൽ ഒരു 4-5 വട്ടം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു ഷർട്ടും പാൻറ്റും എടുത്തുകൊണ്ട് വരണേ ദേവൂ എന്ന്. ഇനി ഞാൻ മറന്നുപോയാൽ സത്യമായിട്ട് നല്ല വഴക്ക് എനിക്ക് കിട്ടും, പണിഷ്മെൻറ്റും വല്ലതൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ മറക്കാതിരിക്കുക. അപ്പുച്ചേട്ടൻ്റെ ഡ്രസ്സും പാൻറ്റും അങ്ങെടുത്ത് വെച്ചു. അങ്ങനെ ഈ ഒരു ഷർട്ടാണ് അപ്പുച്ചേട്ടൻ യൂസ് ചെയ്യുന്നത്. അമ്പലത്തിൽ പോകുമ്പോൾ മിക്കപ്പോഴും ഈ ഷർട്ട് തന്നെ എൻ്റെ കൂടെ വരുമ്പോഴത്തേക്ക് ഇട്ടുകൊണ്ട് വരാറുള്ളത്. അങ്ങനെ എടുത്ത് പറഞ്ഞു ഇതാണ് എടുത്തുകൊണ്ട് വരാൻ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് തന്നെ എടുത്തങ്ങ് ഞാൻ വീഡിയോ എടുക്കാൻ എങ്ങാനും പോണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് എൻ്റെ 2 മക്കളും ചക്കക്കുട്ടത്തി ഈച്ച കണ്ട പോലെയാണ് ഇരിക്കുന്നത്. ആ റൂമിൽ നിന്ന് പിന്നെ മാറുകയില്ല. അടുക്കളയിലാണ് ഞാൻ വീഡിയോ എടുക്കണമെങ്കിൽ അടുക്കളയിൽ കുറ്റി മറിച്ച് അവിടെ തന്നെ നിൽക്കും. അങ്ങനെ എന്നെ ശല്യപ്പെടുത്താനായിട്ട് 2 പേരും അവിടെ തന്നെ ഇരിപ്പുണ്ട്. കട്ടിലിൽ കൂടെ ഞാൻ നോക്കുന്നത് അതുകൊണ്ടാണ്. 2 പേരും അവിടെ കിടന്ന് അടിയും കൂടുന്നുണ്ട്, സംസാരിക്കുന്നുമുണ്ട്. ഞാൻ പറഞ്ഞു സംസാരിച്ചാലും കുഴപ്പമില്ല, ഇങ്ങോട്ടൊന്നും വരല്ലേ, അവിടെ തന്നെ ഇരുന്നുകൊണ്ടേ ആര് കേൾക്കാൻ. കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നില്ലെങ്കിൽ അവർക്കൊരു സമാധാനം കിട്ടാത്ത കണക്കാണ്. ഇതിനിടയ്ക്ക് ഞാൻ സജൂസിൻ്റെ ഒരു മുണ്ട് തപ്പിയെടുത്തു. അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് മിക്കപ്പോഴും കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് ഞാൻ എല്ലാ പ്രാവശ്യം ഈ മുണ്ടാണ് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ അങ്ങ് വലുതായപ്പോഴത്തേക്ക് അവന് മുണ്ടെടുക്കാനുള്ള ഇൻട്രസ്റ്റൊക്കെ അങ്ങ് പോയി. ഇപ്പം ഞാൻ പറഞ്ഞു അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് ആ കൊച്ചുങ്ങളെ മുണ്ടെടുത്താണ് പോവാൻ. അപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് കൊള്ളൂല, ഇതാണ് മറ്റേണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല രസമുണ്ട്, നമുക്ക് നോക്കാം, ഉടുത്ത് നോക്കാം. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ലാലേട്ടൻ കളിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ലാലേട്ടനൊന്നും കളിക്കണം, ഇങ്ങോട്ട് താടാമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിടിച്ചു വാങ്ങിച്ചു. അപ്പോഴത്തേക്ക് ധ്രുവം വന്നിട്ട് അവനും മുണ്ടെടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിനക്ക് മുണ്ടില്ല എന്ന്. അവിടെ നിന്ന് ലാലേട്ടൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു തോളൊക്കെ ചരിച്ച് വെച്ചുകൊണ്ട്. അപ്പോഴത്തേക്ക് ധ്രുവം അവിടെ കിടന്ന് ചാട്ടവും ബഹളവും അപ്പുച്ചേട്ടൻ്റെ ഇന്ത്യൻ ഡ്രസ്സുകൾ എന്തായാലും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എടുക്കേണ്ടത് സച്ചുവിൻ്റെയും ധ്രുവൻ്റെയും ഡ്രസ്സുകളാണ്. സച്ചുവിൻ്റെ ഡ്രസ്സുകളാണ് ഇപ്പം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം സച്ചുവിൻ്റെ ഡ്രസ്സുകളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഒരു ഉടുപ്പും കൂടെ വെച്ചപ്പോഴത്തേക്ക് സച്ചുവിൻ്റെ എല്ലാ ഡ്രസ്സും ആയിട്ടുണ്ട്. ഇനി അടുത്തത് ധ്രുവൻ്റെയാണ് എടുത്ത് വെക്കേണ്ടത്. ധ്രുവൻ്റെ എടുത്ത് വെക്കുമ്പോഴത്തേക്കാണ് കോമഡി. ധ്രുവ ഇതിടോ എന്ന് ചോദിച്ചാൽ ധ്രുവ ഇവിടെ വെച്ച് ഇടാ എന്ന് പറഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് ഞാൻ ഈ ഡ്രസ്സല്ലേ മോനെ ഇടുന്നത് എന്ന് ചോദിച്ചാൽ അവൻ്റെ അടുത്ത് എക്കത് വേണ്ട, എടുത്ത വായോടെ പറയണേന് എക്കത് വേണ്ടെന്ന്. പിന്നെ ഞാൻ സുഖിപ്പിക്കും, നല്ലപോലെ സോപ്പിട്ട് സുഖിപ്പിക്കും. മോൻ ഈ ഡ്രസ്സ് ഇടുമ്പോൾ എന്ത് സുന്ദരനാണെന്നറിയാമോ എന്നൊക്കെ പറഞ്ഞ് പയ്യെ സുഖിപ്പിക്കുമ്പോഴത്തേക്ക് താനേ എൻ്റെ അടുത്ത് പറയുക ആ ഡ്രസ്സ് ഇടാമെന്ന്. അങ്ങനെയാണ് ഓരോ വട്ടവും നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പം ഇവിടെ വെച്ചൊന്നും ചോദിക്കില്ല. അവിടെ ചെന്നിട്ട് ആദ്യമേ കുളിപ്പിച്ചതിന് ശേഷം ആ ഡ്രസ്സ് എടുത്തിട്ട് ഈ ഡ്രസ്സ് ഇടുമ്പോൾ ധ്രുവൻ സുന്ദരനാണല്ലേ സച്ചു എന്ന് ചോദിക്കുമ്പോൾ സച്ചുവിന് ഓട്ടോമാറ്റിക്കായിട്ട് പറയാവുന്നിട്ട് സച്ചു പൊക്കുവങ്ങ് അടിപൊളിയാ, ധ്രുവൻ സുന്ദരനായി ഈ ഡ്രസ്സ് ഇടുമ്പോഴത്തേക്ക് നോക്കിയാണ് രാരിയായിട്ട് മാച്ചിങ് അല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് താനേ ധ്രുവൻ നല്ലൊരു പൂച്ചക്കുട്ടി ആയിക്കോളാം. പിന്നെ അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഞാൻ എണ്ണിയൊക്കെ നോക്കി എല്ലാവരെയും എടുത്തോ, എല്ലാ സാധനവും എടുത്തോ, വീട്ടിലിടേണ്ട എത്ര എണ്ണം എടുത്ത്, വീട്ടിൽ പുറത്ത് പോകുമ്പോഴത്തേക്ക് ഇടേണ്ട എത്ര എടുത്ത്, അങ്ങനെ എണ്ണിയെല്ലാം നോക്കി. ഞാൻ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് സച്ചു എന്തുവാ അമ്മ കുറേ നേരം ആയല്ലോ ഇങ്ങനെ എണ്ണിക്കൊണ്ടൊക്കെ നിൽക്കുന്നു, എന്തുവായി ചെയ്യുന്നത്, ഏതെങ്കിലുമൊക്കെ എടുത്ത് വെക്കമ്മ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്ന് പോടാ, അവിടെ ചെന്നിട്ട് ഒരു ഡ്രസ്സ് കണ്ടില്ലെങ്കിൽ അമ്മേ അത് കൊണ്ടുവന്നില്ലേ എന്നൊരു വിളിയാണ്. അച്ഛനും മക്കളും അതേ കണക്കാണ് വിളിക്കുന്നത്. അയ്യോ അത് കൊണ്ടുവന്നില്ലേ എന്ന് പറഞ്ഞ് നമ്മളെന്തെങ്കിലും എടുക്കാൻ മറന്നുപോയാൽ അവരൊക്കെ അത് തന്നെ വേണം, അല്ലെ നമ്മൾ കൊണ്ടു ചെന്നാൽ അയ്യോ അത് വേണ്ടിയിരുന്നല്ലോ എന്ന് ചോദിക്കും. അങ്ങനെ ധ്രുവൻ്റെ 1-2 ഡ്രസ്സുകളൊക്കെ എടുത്തു വെച്ചു, വീട്ടിലിടേണ്ട ഡ്രസ്സുകളും എടുത്തു വെച്ചു. അങ്ങനെ
മാക്സിമം എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു. എന്നിട്ട് ഞാൻ അടുത്തത് തോർത്തെടുത്ത് വെക്കുകയാണ്. എൻ്റെ വീട്ടിൽ തോർത്തില്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. എൻ്റെ വീട്ടിൽ തോർത്തുണ്ട്, പക്ഷേ എന്നാലും ഞാൻ ഒരു തോർത്തെടുത്ത് വെച്ചേക്കും. കാരണം എപ്പോഴാണ് കുട്ടികൾ ഛർദ്ദിക്കണമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് വൊമിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ കയ്യിൽ കർച്ചീഫ് വാങ്ങും, പക്ഷെ കർച്ചീഫ് നിൽക്കില്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ ബാഗിൻ്റെ ഫ്രണ്ടിൽ ഒരു തോർത്തെടുത്ത് വെച്ചിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ അലമാര പൂട്ടിയിരിക്കുന്നു. തുണികളെല്ലാം എടുത്തു കഴിഞ്ഞു. ഇതൊക്കെയാണ് ഞാൻ കൊണ്ടുപോകാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സുകൾ. എല്ലാ ഐറ്റവും പ്രത്യേകിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സാധനവും ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് കൊണ്ടുപോകാനുള്ള ഡ്രസ്സാണ്, എന്റെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സാണ്. പിന്നെ ഇത് അപ്പുച്ചേട്ടന്റെ ഡ്രസ്സ്, കർച്ചീഫുകൾ 3 എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തോർത്ത്, എന്റെ വീട്ടിൽ തോർത്തില്ലേന്ന് കരുതും, എന്നാലും ഞാൻ എടുത്തു വെച്ചേക്കും. കാരണം വഴി പോണ വഴിക്ക് ധ്രുവനെങ്ങാനും വൊമിറ്റ് ചെയ്യാനോ വല്ലതും പറ്റിയണമെങ്കിൽ കർച്ചീഫ് നിൽക്കൂലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു തോർത്ത് ഇപ്പോഴും എടുത്ത് വെച്ചിരിക്കും ബാഗില്. തോർത്ത്, പിന്നെ സച്ചുവിന്റെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകള്, അത് കഴിഞ്ഞ് ധ്രുവദേവിന്റെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സ്, പിന്നെ അവർ രണ്ടുപേരെയും വീട്ടിലിടാനുള്ള ഡ്രസ്സ്, അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ബാഗിലോട്ട് അങ്ങ് അടക്കി വെക്കാം. ഇതെല്ലാം കൂടെ ഷെയറോ എന്തോ ഈ ബാഗില്. പിന്നെ സച്ചുവിന്റെ ഒരു കുത്തി ബാഗ് കൂടെ ഉണ്ട്, അതിലൂടെ ധ്രുവന്റെ ഡ്രസ്സുകൾ വെക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നത്. ആദ്യം തന്നെ അപ്പുച്ചേട്ടൻ്റെ ഡ്രസ്സുകൾ അങ്ങ് വെക്കാം. കാരണം അവസാനം എടുക്കേണ്ടി വരുന്നത് ഈ ഡ്രസ്സായിരിക്കും. അതുകൊണ്ട് ആദ്യം ഇത് തന്നെ വെക്കാമെന്ന് കരുതി അങ്ങനെ അപ്പുച്ചേട്ടൻ്റെ ഡ്രസ്സ് ഞാൻ ഇങ്ങനെ ഒന്ന് മടക്കി എടുത്ത് വെച്ചതിന് ശേഷം നേരെ അകത്തോട്ടങ്ങ് വെച്ചു. എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ഇത് തേക്കേണ്ടി വരും ഷർട്ട്. അതുകൊണ്ട് എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് തേച്ചിട്ടില്ല. അവിടെ ചെന്നാൽ എന്തായാലും ചുക്കി ചുളുങ്ങിയായിരിക്കും അങ്ങ് എത്തുന്നത്. അതുകൊണ്ട് അവിടെ ചെന്നിട്ട് തേക്കാമെന്ന് കരുതി അങ്ങനെ നേരെ അപ്പച്ചൻ്റെ ഡ്രസ്സ് വെച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്പലത്തിൽ ഇടാനുള്ള ഡ്രസ്സാണ് അടുത്തായിട്ട് വെക്കുന്നത്, വൈറ്റ് ആൻഡ് വൈറ്റ്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ബാക്കി ഡ്രസ്സുകൾ അങ്ങ് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ്, അങ്ങനെ ഡ്രസ്സുകൾ നിരത്തി ഞാൻ താഴെ ഇങ്ങനെ അടുക്കി അങ്ങ് വെച്ച് പോവുകയാണ്. നല്ല ഇതുണ്ട്, നല്ല സ്പേസുള്ള ബാഗാണ്. എനിക്ക് നല്ല കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട്. തൂക്കിക്കൊണ്ട് നടക്കാനും ഇച്ചിരി എന്താ പറയുക, ബാഗിന് അധികം വെയിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അധികം തുണികൾ നമുക്കതിനകത്ത് വെക്കാനും പറ്റും. അതേ കണക്ക് തന്നെ നമുക്കത് കൊണ്ട് നടക്കാനും പറ്റും. നടുവൊന്നും വേദന അധികം എടുക്കില്ല. അതുകൊണ്ടാണ് എനിക്ക് ബാഗ് ഇത്തിരി കൂടെ ഇഷ്ടം കൂടുതൽ. നല്ല ബാഗാണ്. അങ്ങനെ എൻ്റെ ഡ്രസ്സുകൾ വെച്ച് കഴിഞ്ഞു. അടുത്തതായിട്ട് ഞാൻ സച്ചു അവയുടെ ഓരോ ഡ്രസ്സായിട്ട് എടുത്ത് വെക്കുകയാണ്. സച്ചു അവയുടെ വീട്ടിടേണ്ട ഡ്രസ്സുകൾ ഞാൻ മടക്കിയെടുത്ത് വെച്ചിരുന്നത് കണക്ക് തന്നെ ഞാൻ വെക്കണം. സച്ചു അവയ്ക്ക് വീട്ടിടാനായിട്ട് ഞാൻ മൊത്തം 4 ജോഡി വെച്ചിട്ടുണ്ട്. പക്ഷെ 4 ജോഡീൻ്റെ ആവശ്യം വരില്ല, എന്നാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ നേരെ അങ്ങോട്ട് തള്ളി തുണികൾ അങ്ങോട്ട് താട്ടി വെച്ചിട്ട് നേരെ ധ്രുവൻ്റെ വീട്ടിടേണ്ട ഡ്രസ്സുകളും അതിൽ തന്നെ വെച്ചു. ധ്രുവനും ഞാൻ ഇതേ കണക്ക് തന്നെ ഒരു 4-5 ജോഡി എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ധ്രുവൻ എപ്പോഴും അഴുക്കാക്കും, ഫുഡും എല്ലാം കഴിക്കുമ്പോൾ ഡ്രസ്സിലാക്കും. അതുകൊണ്ടാണ് ധ്രുവൻ്റെ നേരത്തെ തന്നെ എടുത്ത് വെച്ചേക്കുന്നത്. അങ്ങനെ ഞാൻ ആ ബാഗങ്ങ് സിബിട്ടിട്ട് ഞാൻ തൂക്കി നോക്കി വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇനി നടക്കുമ്പോൾ എന്തോന്നാണ് അവസ്ഥയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാണുന്നില്ലേ ആ ഫ്രണ്ടിലെ തോറ, ആ ഉറയിലാണ് ഞാൻ എപ്പോഴും തോർത്ത് വയ്ക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. എന്ത് കരുതിയണമല്ലോ നമ്മൾ ട്രെയിനിൽ കയറി ഇരിക്കേണ്ടത്. കാരണം പാസഞ്ചേഴ്സിൻ്റെ ആരെങ്കിലും പുറത്തോട്ട് ഛർദ്ദിച്ചാലോ. ഇതാണ് സച്ചൂസിൻ്റെ ബാഗ്. ഈ ബാഗിനകത്താണ് സച്ചുവിൻ്റെ നല്ല ഡ്രസ്സും അതേ കണക്കിന് ധ്രുവൻ്റെ നല്ല ഡ്രസ്സും ഞാൻ വെക്കുന്നത്. ആദ്യം തന്നെ സച്ചൂസിൻ്റെ ഡ്രസ്സ് വെച്ച് അങ്ങ് താത്തി വെച്ചു. അത് കഴിഞ്ഞ് സച്ചൂസിൻ്റെ വീണ്ടും സച്ചുവിൻ്റെ തന്നെ വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ധ്രുവൻ്റെ ഡ്രസ്സുകൾ വെച്ചു. എല്ലാ പ്രാവശ്യവും സച്ചുവിന് കൊണ്ടുപോകാനായിട്ട് ഒരു ബാഗ് എന്തായാലും കാണും. കാരണം എത്ര ഞാൻ ഡ്രസ്സുകൾ കുറച്ച് കൊണ്ടുപോയാലും സച്ചുവിനൊരു ബാഗ് അവസാനം എന്തായാലും ഉണ്ടായിരിക്കും, സ്നാക്സ് വെക്കാനും വെള്ളം വെക്കാനും എന്തിനെങ്കിലുമൊക്കെ. അതുകൊണ്ട് ഞാൻ സച്ചൂസിൻ്റെ ഡ്രസ്സും എടുത്ത് വെയിറ്റ് ചെയ്ത് നോക്കി. കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഇതിലാണ് സ്നാക്സും വെള്ളവും വെക്കേണ്ടത്. ഞാൻ സച്ചൂസിൻ്റെ അടുത്ത് ഒന്ന് വന്നത് തൂക്കി നോക്കിയാണ് വെയിറ്റ് ഉണ്ടോ എന്ന് നോക്കിയാണ്. അപ്പോൾ സച്ചു പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വെയിറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. തുണി ഇരിക്കണത് കൊണ്ടാണ് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത്, അല്ലാതെ ഭയങ്കര വെയിറ്റൊന്നുമില്ല. അങ്ങനെ സച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് നേരം ഞാൻ ഇട്ടുകൊണ്ട് കിടക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇട്ടുകൊണ്ട് ഇപ്പോഴേ നടക്കണ്ട, റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ നടക്കേണ്ടിയില്ലേ,
ഇപ്പം ഇഞ്ഞൂരിത്താ എന്ന് പറഞ്ഞുകൊണ്ട് ഊരി വാങ്ങിച്ച് വെച്ചു. ഇത് ആലപ്പുഴ ജിങ്കാന കാണാൻ പോയതിനു ശേഷമാണ് ഈ ബോക്സിങ്ങിൻ്റെ ഇത്. അതിന് മുമ്പ് വരെ കരാട്ടേൻ്റെ ഇതായിരുന്നു. ഇപ്പോൾ ബോക്സിങ്ങിൻ്റെ സ്റ്റെപ്പുകളാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ധ്രുവനും ഇതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കുന്നുണ്ടായിരുന്നു. തോർത്ത് ഞാൻ വെച്ചാണ്ടില്ലേ, എൻ്റെ സ്ഥിരം തോർത്ത് വെക്കുന്ന സ്ഥലമാണത്. അത് കണക്കിന് കർച്ചീഫ് ഞാൻ ഇതിനകത്തങ്ങ് വെക്കാമെന്ന് കരുതി. കാരണം എന്ന് വെച്ചാൽ എപ്പോഴെപ്പോഴും എടുക്കേണ്ടി വന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, താഴെ വെക്കാം. എന്നിട്ട് ഞാൻ വിചാരിച്ചു താഴെ ബ്രഷ് വെക്കാം, കർച്ചീഫ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും വെക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നു. തോർത്തിരിക്കണതിൻ്റെ അവിടെ തന്നെ കർച്ചീഫ് അങ്ങ് ഇരിക്കട്ട്. ഒരു കർച്ചീഫ് ഞാൻ എപ്പോഴും കയ്യിൽ കരുതിയിരിക്കും, ബാക്കി 2 ഞാൻ ബാഗിൽ തോർത്ത് വെക്കേണ്ട അവിടെ തന്നെ വെച്ച്. എന്നിട്ട് സച്ചുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഓടിപ്പോയി ആ ബ്രഷ് ഒത്തിങ്ങെടുത്തുകൊണ്ട് വരുമോ, ബ്രഷ് അങ്ങ് വെക്കാം, അല്ലെങ്കിൽ ഇനി മറന്നു പോയാലോ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പ്രാവശ്യവും ഞാൻ മറക്കുന്ന സംഭവമാണ് ബ്രഷ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ബ്രഷ് മറക്കും. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഞാൻ ബാഗിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 ബാഗ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുട്ടി ബാഗുണ്ട്. ആ കുട്ടി ബാഗിൽ കുട്ടി സാധനങ്ങളോട് വെക്കുമ്പോഴത്തേക്ക് എൻ്റെ ബാഗ് പാക്കിംഗ് ഇതോടെ അവസാനിച്ചിട്ടുണ്ട്. കുട്ടി ബാഗ് എന്തൊക്കെയാണ് വെക്കണതെന്ന് അറിയാമോ? ഒരു കുട്ടി പേഴ്സ്, അതേപോലെ തന്നെ എൻ്റെ ഒരു കർച്ചീഫ്. കുട്ടി കർച്ചീഫാണ്, ഒരു കുഞ്ഞ് കർച്ചീഫ്. സച്ചുവിനോ ധ്രുവനോ വെള്ളം കുടിച്ചിട്ട് മുഖത്തെങ്ങാനോ ആവുകയാണെങ്കിൽ തുടയ്ക്കാൻ വേണ്ടി മാത്രം വെച്ചേക്കുന്ന ഒരു കുട്ടി പേഴ്സ്. അങ്ങനെ എൻ്റെ ബാഗ് പാക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നേരെ അടുക്കളയിലോട്ടാണ് പോണത്. അടുക്കളയിൽ എല്ലാ പ്രാവശ്യത്തെ പോലെ ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ ഞാൻ ചെയ്യുന്ന ജോലിയാണിത്. വെള്ളം തുടച്ച് ഞാൻ സിങ്കിലോട്ട് അങ്ങ് ഒഴിക്കും. ഞാൻ പാത്രമെല്ലാം ഉച്ചത്തേക്ക് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. പാത്രമെല്ലാം കഴുകി വെച്ചു. ഇനി പാത്രം കഴുകലെന്ന് പറയുന്ന ജോലിയില്ല. അപ്പോൾ ഇനി എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുക്കള ജോലി പെട്ടെന്ന് തന്നെ അങ്ങ് കവറപ്പ് ചെയ്യാം. എൻ്റെ വീട്ടിൽ ഈ സ്ലാവെന്ന് വെച്ചാൽ വെള്ള ഗ്രാനൈറ്റാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു മഞ്ഞളിൻ്റെ പൊടിയോ കടുകിൻ്റെ പൊട്ടോ എന്തെങ്കിലും കിടന്നാൽ പെട്ടെന്ന് തന്നെ അത് പ്രതിഫലിച്ച് കാണാൻ കഴിയും. നമ്മൾ പുറത്ത് നിന്ന് അകത്തോട്ട് കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം കാണുന്ന ആ ഒരു അഴുക്കായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ എല്ലായിടും അങ്ങ് തുടച്ചങ്ങിടും, വെള്ളയായതുകൊണ്ട്. അങ്ങനെ ഞാൻ തുടച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കുറേ ജോലികളൊന്നും കാണൂല, ഇച്ചിരി ജോലികളെ കാണുകയുള്ളൂ. ഞാൻ ഫുഡ് കഴിച്ചതിൻ്റെ വേസ്റ്റും എല്ലാം വെളിയിൽ കൊണ്ട് കളയേണ്ട എല്ലാ സാധനങ്ങളും വെളിയിൽ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും അടുക്കളയ്ക്ക് കയറാൻ പറ്റാത്ത സ്മെല്ലായിരിക്കും. അങ്ങനെ എല്ലാം വെളിയിൽ കൊണ്ട് കളഞ്ഞു. പിന്നെ നമുക്ക് ഇവിടെ എല്ലായിടും തുടച്ചിടണം, അതേപോലെ തന്നെ ഗ്യാസും തുടച്ചിടണം. ഇതോടെ നമ്മുടെ എല്ലാ ജോലിയും അവസാനിക്കും. എൻ്റെ ഈ ഒരു കോർണറുണ്ട്, ഈ ഒരു കോർണർ എപ്പോഴും വെള്ളം വന്നങ്ങ് തങ്ങി അങ്ങ് നിൽക്കും. ഞാൻ പാത്രം തേച്ച് കഴിയുമ്പോഴത്തേക്ക് 1 കിൻഡൽ വെള്ളമാണ് അവിടെ വന്ന് മുക്കിൽ വന്ന് ആ കോർണറിൽ വന്ന് കിടക്കുന്നത്. അതെല്ലാം ഞാൻ വൈപ്പർ വെച്ച് അങ്ങ് സിങ്കിലോട്ടാക്കി ഇടുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രാനൈറ്റ് ആ ഭാഗത്തൊരു സ്ലോപ്പ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം തങ്ങി നിൽക്കുന്നത്. ഇനി എന്തായാലും എൻ്റെ ഗ്യാസാണ് വൃത്തിയാക്കാൻ പോകുന്നത്. ഗ്യാസിൻ്റെ പുറകെയും അടിവശവും എല്ലായിടും എനിക്ക് വൃത്തിയാക്കണം. വൃത്തിയാക്കണമെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നതായത് കൊണ്ട് തന്നെ ഭയങ്കര അഴുക്കൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അങ്ങ് തുടച്ച് പോകാവുന്നതേ ഉള്ളൂ. അങ്ങനെ ബേക്കും അടിവശവും മീതിവശവും എല്ലായിടവും ഞാൻ വൃത്തിയാക്കി നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. കഴിഞ്ഞാൽ കൈയോടെ തന്നെ ഗ്യാസ് കുറ്റി അങ്ങ് ഓഫാക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കഥകളെല്ലാം പൂട്ടിയെടുത്ത് വണ്ടി വെളിയിലോട്ട് ഇറക്കുമ്പോഴത്തേക്കാണ് ഗ്യാസ് പൂട്ടിയോ എന്ന് ഡൗട്ടോടെ വീണ്ടും വന്ന് കതവ് തുറന്ന് ഫുള്ള് ഞാൻ വീണ്ടും എല്ലാം ചെക്ക് ചെയ്തിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ ആദ്യമേ ഗ്യാസ് കുറ്റി അങ്ങ് ഓഫ് ചെയ്തു. എന്നിട്ട് നേരെ വന്ന് ആ തുടയ്ക്കാനെടുത്ത തുണി നന്നായിട്ട് കഴുകി വെളിയിൽ കൊണ്ടുപോയി അശയിലങ്ങ് വിരിക്കാമെന്ന് കരുതി. കാരണം ഡോറും വിൻഡോയും എല്ലാം അടച്ചിട്ടിട്ടല്ലേ പോണത്. അപ്പോഴത്തേക്ക് വീട്ടിനകത്ത് കയറി വരുമ്പോൾ രൂക്ഷഗന്ധമാവൂലേ. അതുകൊണ്ട് തന്നെ ആ തുണി അങ്ങ് വെളിയിൽ കൊണ്ടുപോയി വിരിക്കാമെന്ന് കരുതി. എന്നിട്ട് ഞാൻ സിങ്കെല്ലാം നല്ലപോലെ ഒന്നും കൂടെ അങ്ങ് കഴുകിയിട്ടു. പാത്രം തേച്ച് കഴിയുമ്പോൾ ഞാൻ നല്ലപോലെ കഴുകിയതാണ്. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ കഴുകി എൻ്റെ കൈയും വാഷ് ചെയ്തിട്ട് നേരെ ഞാൻ ചൂലുമായിട്ട് തൂക്കാനായിട്ട് അങ്ങ് പോയി. അകം വശമാണേ, അകം നന്നായിട്ട് തൂത്തിട്ടാലേ നമ്മൾ തിരിച്ച് കയറി വരുമ്പോഴത്തേക്കും നമുക്ക് ഭ്രാന്ത് പിടിക്കാതിരിക്കും. ഇപ്പം തന്നെ സമയം 2:30 മണിയായിട്ടുണ്ട്. 2:30 മണിയേ ആയിട്ടുണ്ട്. 3:30 ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. 3:30 മണിയാകുമ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ മാത്രമേ 3:45 ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. പെട്ടെന്ന് തൂത്തങ്ങ് പോവാം. തൂത്ത് നേരെ ഹാളും എൻ്റെ റൂമും അപ്പുറത്തെ റൂമും അതേ അടുക്കള കൂടെ അങ്ങ് തൂത്തിട്ട അകം
തൂക്കണ ജോലി അങ്ങ് തീരും. രാവിലെ ഞാൻ തൂത്തിട്ട സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര അഴുക്കോ ഒന്നുമില്ല. ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു പൊടികൾ മാത്രമേ ഉള്ളൂ. നമ്മൾ പണ്ട് ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോഴത്തേക്കാണ് ആദ്യമായിട്ട് നമ്മൾ വീടടച്ചിട്ടിട്ട് ലോങ് ആയിട്ട് 3 ദിവസം മൂകാംബികയിൽ പോയിട്ടുള്ളത്, കൊല്ലൂർ മൂകാംബികയിൽ. പോണ ദിവസം വൈകുന്നേരം 3ാം ഓണത്തിൻ്റെതാണ് നമ്മൾ പോണത്. പോണ ദിവസം വൈകുന്നേരം എൻ്റെ അമ്മ നന്നായിട്ട് തുടച്ചിടും. എന്ന് വെച്ചാൽ 7:30ക്കാണ് നമ്മൾ ട്രെയിൻ 7:30ക്ക് നമ്മൾ വർക്കല പോയാണ് കയറുന്നത്. വർക്കല പോയി കയറുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ പോവും. 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എൻ്റെ അമ്മേൻ്റെ ലാസ്റ്റ് ജോലി വീട് നന്നായിട്ട് തൂത്തിടലാണ്. പക്ഷേ 3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിനകത്ത് വീണ്ടും ഡസ്റ്റ് ഇളക്കാണ് നമുക്ക് തോന്നുന്നത്. ടേബിളിൻ്റെ പുറത്താവട്ടെ തറയിലാവട്ടെ എല്ലായിടത്തും ഡസ്റ്റ് ഉള്ള കണക്കാണ് തോന്നുന്നത്. അപ്പോൾ എത്രയൊക്കെ നമ്മൾ വീട് നമ്മൾ വൃത്തിയാക്കിയിട്ട് അടച്ചിട്ടിട്ട് പോയാൽ എവിടെ നിന്നെങ്കിലുമൊക്കെ ഡസ്റ്റ് നമ്മളെ വീട്ടിൽ വന്നുകൊണ്ടേയിരിക്കും. അതെവിടെ നിന്നാണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ലാസ്റ്റ് ഒന്നും കൂടെ അങ്ങ് തുടച്ചിടാമെന്ന് കരുതിയത്. അങ്ങനെ തൂത്ത് തുടയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ തുടയ്ക്കുന്നില്ല. കാരണം വന്നിട്ട് തൂത്തങ്ങ് തുടയ്ക്കാമെന്ന് കരുതി. അപ്പോഴത്തേക്ക് ഞാൻ ധ്രുവനെ അങ്ങ് ഉറക്കിയിട്ടുണ്ടായിരുന്നു. ഉറക്കിയ ധ്രുവൻ ജസ്റ്റ് ഞാൻ അകത്തേറി വന്നപ്പോഴത്തേക്ക് ഒന്ന് കണ്ണ് തുറന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് തന്നെ കയറി വന്ന് ഫാൻ അങ്ങ് ഓഫ് ചെയ്തു. ഫാൻ അങ്ങ് ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തൂത്തങ്ങ് ഇറക്കിയതിന് ശേഷം ഫാൻ ഇട്ട് കൊടുക്കാമെന്ന് കരുതി ഞാൻ ഫാൻ ഓഫ് ചെയ്ത് ആ സമയത്തിന് ധ്രുവ ഒന്ന് കണ്ണുറന്ന് നോക്കി. കണ്ണുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ തൂത്തോണ്ടിരിക്കണത് കണ്ടപ്പോഴത്തേക്ക് പിന്നെ കുഞ്ഞ് നേരെ അങ്ങ് കണ്ണുടച്ചാൻ കിടന്നു. അല്ലാതെ അവൻ ഇപ്പോൾ ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ ട്രെയിനിൽ വെച്ച് അവൻ ഉറങ്ങുക. അവനെയും ബാഗും സച്ചുവിൻ്റെ ബാഗും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ പ്രാന്താവും. സിംഗിളായിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കുള്ള കുഴപ്പം ഇതാണ്. കാരണം കുഞ്ഞെങ്ങാനും ഉറങ്ങിപ്പോയാൽ ഒന്ന് പിടിക്കാൻ പോലും ആരും കാണൂല. അല്ലെങ്കിൽ കുഞ്ഞിനെ ഞാൻ എടുക്കി, കുഞ്ഞിനെ അപ്പച്ചേട്ടനെ എടുക്കുക, ആരെങ്കിലും എടുക്കുമ്പോഴത്തേക്ക് ഒരാൾ 2 പേരെ ബാഗ് വെച്ചിരുന്നാൽ മതി. നമുക്ക് അതൊരു ഹെൽപ്പാവും. അപ്പോൾ ഈ ഒറ്റയ്ക്കാകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞു കുഞ്ഞു പൊടികളേ ഉള്ളൂ, അല്ലാതെ വലിയ ചവറായിട്ട് ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ ഞാൻ എല്ലായിടും അടുത്ത റൂമും പെട്ടെന്ന് തന്നെ അങ്ങ് ഞാൻ തൂത്തെടുത്ത് നേരെ ഞാൻ അടുക്കളയിലോട്ട് കൊണ്ടുപോവുകയാണ്. അടുക്കളയും കൂടെ തൂത്ത് കഴിഞ്ഞാൽ നമ്മളെ തൂപ്പ് ജോലി കഴിഞ്ഞു. പിന്നെ ഉള്ള ഒരു ജോലിയുണ്ട്, വെള്ളം വീത്തൽ. ആ വെള്ളം വീത്തലും കൂടെ അങ്ങ് കഴിഞ്ഞാൽ നമ്മുടെ മുക്കാഭാഗം ജോലിയല്ല ഫുൾ ജോലിയും തീരും. വെള്ളം വീത്തൽ അറിയാമല്ലോ, കുറച്ച് നേരം എടുക്കും. എന്ന് വെച്ചാൽ ഒരു 3/4 മണിക്കൂർ എന്തായാലും എടുക്കും. ഇപ്പം എന്തായാലും സമയം 2:45 എങ്ങനെയായാലും 3:30 ആകുമ്പോഴത്തേക്ക് നമ്മളെ ജോലി തീരും. 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരുങ്ങിയെത്തും. കാരണം ഞാൻ രാവിലെ എന്നെ കുളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്ന് കുളിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയാൽ മതി, അല്ലാതെ ഭയങ്കര രീതിയിൽ കുളിക്കുകയൊന്നും വേണ്ട. ഇന്ന് പോയിട്ട് ഞാൻ എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വരും. പെട്ടെന്ന് തന്നെ ചവറൊക്കെ ഞാൻ കൂട്ടി അങ്ങ് വാരാമെന്ന് കരുതി വാരി അങ്ങ് കൊണ്ട് കളഞ്ഞ് ആ ജോലി അങ്ങ് തീരുമല്ലോ. ഞാനാണെങ്കിൽ ഈ അകത്തുള്ള ഈ കുട്ടിയായിട്ടുള്ള പൊടികൾ വരാൻ വേണ്ടി ഫ്രിഡ്ജിൻ്റെ മണ്ടയിൽ തന്നെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്. ആ പേപ്പറിലാണ് ഞാൻ കോരുന്നത്. അല്ല ചവറ് കോരി എനിക്കൊരു സുഖം കിട്ടില്ല. എന്നാലും ചെറിയ പൊടി ഉള്ള കണക്കാണ് എനിക്ക് തോന്നുന്നത്. ഇതാകുമ്പോഴത്തേക്ക് എനിക്ക് ഇത്തിരി കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അകത്ത് ഫ്രിഡ്ജിൻ്റെ മണ്ടയിൽ ആ പേപ്പറിൻ്റെ കുറി അങ്ങ് കൊണ്ടുവച്ചു. എന്നിട്ട് ഞാൻ നേരെ ഹാളും കൂടെ ചെന്നങ്ങ് തൂത്തു. ഹാളെന്ന് വെച്ചാൽ ഹാളായിപ്പോയി. സിറ്റ് ഔട്ടിൽ അധികം പൊടിയൊന്നുമില്ല. ജസ്റ്റ് ആ മാറ്റിൻ്റെ അവിടെ ഒത്തിരി മണ്ണേ ഉള്ളൂ, അല്ലാതെ വേറെ അവിടെ ഒരു ഇതുമില്ല. കാരണം നമ്മൾ ആരെങ്കിലും കയറി വരുമ്പോൾ മാത്രമേ അങ്ങോട്ട് ഇറങ്ങുന്നുള്ളൂ, അല്ലാതെ എപ്പോഴും ബാക്കിൽ കൂടെയാണ് എല്ലാവരും ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര പൊടിയൊന്നുമില്ല. അങ്ങനെ നേരെ ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. ലൈറ്റ് ചുമ്മാ ഇട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമേ ഇല്ല. കാരണം കറണ്ട് ബില്ലിൻ്റെ കാര്യം പറയാനുണ്ടോ, കറണ്ട് ഇഷ്യൂ എന്ന് പറഞ്ഞാണല്ലോ ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എന്നെ തുറപ്പ വെച്ചിട്ട് മാറ്റുകൾ എല്ലായിടത്തും അങ്ങ് വിരിച്ചിട്ടു. ബാത്റൂമിൻ്റെ അവിടെയും കൂടെ വിരിച്ച മാറ്റ് അങ്ങ് വിരിച്ചിട്ടിട്ട് നമുക്ക് നേരെ വെളിയിലത്തെ പൂന്തോട്ടത്തിൽ വെള്ളം ഒഴിക്കാൻ പോവാം. അതുകൂടെ നമ്മൾ ആ ജോലിയെല്ലാം കഴിയും. അങ്ങനെ വെള്ളം എല്ലായിടത്തും ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ പാതി ജോലിയല്ല ഫുൾ ജോലി കഴിയും. നേരെ വന്നിട്ട് ഞാൻ ആദ്യം മാവിനാണ് വെള്ളം ഒഴിക്കുന്നത്. മാവിനെന്ന് വെച്ചാൽ 5-6 മാങ്ങ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ട് 5-6 മാങ്ങ കിട്ടുന്നത്. എല്ലാ പ്രാവശ്യവും 1-2 മാങ്ങ മാത്രമേ കിട്ടുള്ളൂ. ഈ മാവ് വെച്ചിട്ട് 3 വർഷമാണ്. 3 വർഷത്തിൽ ഇപ്രാവശ്യമാണ് നമുക്ക് 6 മാങ്ങ കിട്ടുന്നത്. 5 മാങ്ങ ഇപ്പം തന്നെ മരത്തിൽ നിൽപ്പുണ്ട്. 1 മാങ്ങ കിട്ടിയത് നല്ല മധുരമാണ് കേട്ടോ. മധുരം മാത്രമല്ല, നല്ല മണവും കൂടെയാണ്.
എന്തായാലും ഇപ്രാവശ്യം അപ്പുച്ചേട്ടൻ വരുമ്പോഴത്തേക്ക് ജമന്തി എല്ലാം ഇവിടുന്ന് പുഴുതു മാറ്റാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ജമന്തി ഇങ്ങനെ നിൽക്കണത് കൊണ്ട് ആ ബേക്കിൽ നിൽക്കുന്ന ചെടിയൊക്കെ ഒന്നും ഇപ്പം നേരിച്ചപ്പോൾ വെള്ളം കിട്ടുന്നില്ല. എൻ്റെ അമ്മച്ചി എപ്പോഴും, അമ്മച്ചി എന്ന് വെച്ചാൽ അപ്പുച്ചേട്ടൻ അമ്മ എപ്പോഴും പറയും, മഴ പെയ്താൽ നല്ലപോലെ മഴ പെയ്താൽ മാത്രമേ ചെടിയൊക്കെ വെള്ളം കിട്ടുള്ളൂ, അല്ലാതെ ചെടിച്ചട്ടിയിൽ എവിടെ നിന്നാണ് വെള്ളം വീഴുന്നത്, അതിന് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ എന്ന്. അമ്മച്ചിയാണെങ്കിലോ വെള്ളം ഒഴിക്കാൻ കയറിയാൽ പിന്നെ ഒരു മണിക്കൂറാവാതെ അമ്മച്ചി വെള്ളം ഒഴിച്ച് തീരില്ല. അമ്മച്ചി വെള്ളം ഒഴിച്ചാൽ പിന്നെ 2 ദിവസത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട ആ രീതിയിലാണ് അമ്മച്ചി വെള്ളം ഒഴിക്കുന്നത്. ചെടിച്ചട്ടിയിൽ വെള്ളം നിൽക്കണ രീതിയിൽ തന്നെയാണ് അമ്മച്ചി എല്ലാത്തിനും വീത്തി കൊടുക്കുന്നത്. അമ്മച്ചിക്ക് ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഗാർഡൻ മുഴുവൻ അമ്മച്ചീൻ്റെതാണ്. എൻ്റേതായിട്ട് കുറച്ച് ചെടികൾ മാത്രമേ, ബാക്കി എല്ലാം അമ്മച്ചീൻ്റെയാണ്. അമ്മച്ചിയാണ് ഇവിടെ ഒതുക്കി പുറക്കി ചെടികളെല്ലാം വെക്കുന്നത്, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ഞാൻ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ അടുക്കിപ്പറക്കി വെക്കാനും വെള്ളം ഒഴിക്കാനും ഒക്കെ ഞാൻ തുടങ്ങിയിട്ടുള്ളത്. ഈ മുകളിൽ നിൽക്കുന്ന മതിലിൻ്റെ മണ്ടയിരിക്കുന്ന ചെടിയൊക്കെ എല്ലാം ഇവിടെ നിന്നുകൊണ്ട് ഞാൻ വെള്ളം അരളി കണ്ടു. ഈ അരളി പെട്ടെന്നാണ് അങ്ങ് പൊങ്ങിക്കയറിയെന്ന് വെച്ചാൽ ഒടുക്കത്ത പൊക്കമായിപ്പോയത്. കഴിഞ്ഞ പ്രാവശ്യം വരെ ഇങ്ങ് താഴെ നിന്ന് അരളിയാണ്. അരളി പെട്ടെന്ന് അങ്ങ് പൊങ്ങി അങ്ങ് കയറി. അതിലിഷ്ടം പോലെ പൂക്കളും ഇപ്പോൾ ഉണ്ട് അരളിയിൽ നിന്ന്. പക്ഷേ അരളി പറിക്കാൻ പറ്റില്ല. പറിക്കാൻ പറ്റണമെങ്കിൽ ഇവിടുത്തെ ചെടികൾ, ആ സൈഡിലത്തെ ചെടികളെല്ലാം മാറ്റണം. അതുകൊണ്ട് ഇങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേ കണക്ക് തന്നെ കോളാമ്പിപ്പൂ ഇല്ലേ, മഞ്ഞ കളർ കോളാമ്പിപ്പൂ, അതും ഇപ്രാവശ്യം നന്നായിട്ട് കുറേ അധികം വിരിഞ്ഞിട്ടുണ്ട്. അതെല്ലാം കാണുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സന്തോഷം കാണിച്ചു. ആ ഇത് അരളീൻ്റെ തൊട്ട് പിറകെ ആയിട്ട് ഒരു ചെടി നിൽപ്പുണ്ട്. ആ ചെടിക്കാണ് ഞാൻ ഇപ്പം എത്തി വലിഞ്ഞ് ഇങ്ങനെ വെള്ളം വീത്തി കൊടുക്കുന്നത്. അതിൻ്റെ അപ്പുറത്തോട്ടൊരു ചെടിയുണ്ട്, ആ മാവിൻ്റെ തൊട്ട് പിറകെയായിട്ട്, അതിന് ഞാൻ ഇതേ കണക്കിന് എത്തി വലിഞ്ഞ് വെള്ളം വീത്തി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ മതിലിൻ്റെ ആ ഒരു മണ്ടയിലിരിക്കുന്ന ചെടിക്ക് ഇങ്ങനെ എത്തി വലിഞ്ഞാണ് വീത്തി കൊടുക്കുന്നത് വെള്ളം. എന്നിട്ട് നേരെ ഞാൻ താഴത്തെ ചെടിയൊക്കെ എല്ലാം വെള്ളം വീത്തി കൊടുത്തു. അപ്പോൾ ചേട്ടൻ 2-3 ചെടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിനെല്ലാത്തിനും വെള്ളം കിട്ടാൻ വാടിയെങ്ങാനും പോയി സത്യം പറയാമല്ലോ, വരുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വയ്ക്കും, നിനക്കിവിടെ എന്ത് വാടി ജോലി, ഈ ചെടികളൊന്നും നിനക്ക് നോക്കാൻ വയ്യ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വഴക്കൂടാൻ വേണ്ടി വരും. അങ്ങനെ എല്ലാത്തിനും ഞാൻ ഇങ്ങനെ വെള്ളം വീത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു CC പ്ലാന്റ് ഇതിനിടയിൽ ഇവിടെ നിന്നറിഞ്ഞുകൂടാ ഒരു ചെടിച്ചട്ടിയിൽ ഇങ്ങനെ തളർച്ച വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ നിന്ന് വെള്ളം വീത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എവിടെ നിന്ന് ഇത് വന്നെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു ചെടീൻ്റെ കൂടെ നിന്നൊരു CC പ്ലാന്റ്, അതിന് പ്രത്യേകിച്ചൊരു ചട്ടിയിലോട്ട് മാറ്റണം. കുറച്ച് ഇതിനിടയ്ക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇനി എന്തായാലും വരുമ്പോഴത്തേക്ക് അപ്പച്ചേട്ടൻ വരുമ്പോഴത്തേക്ക് ഈ ജമന്തി എല്ലാം ഇവിടെ നിന്നെടുത്ത് മാറ്റണ്ടേ. അപ്പോഴത്തേക്ക് ഇവിടെ കുറേ സ്ഥലം ഒഴിഞ്ഞ് കിട്ടും. അപ്പോഴത്തേക്ക് ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ചെടിച്ചട്ടികളെല്ലാം കുറച്ചുകൂടെ പിറകിലോട്ട് നീക്കി വെക്കണം. അങ്ങനെ ഇഷ്ടംപോലെ ജോലിയുണ്ട് നമുക്ക്. അങ്ങനെ 3/4 ഭാഗം വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. ഇനി അപ്പുറം വശത്ത് ഇതേ കണക്കുണ്ട്. അതേ കണക്ക് തന്നെ വീട്ടിൻ്റെ വീട്ടിന് തൊട്ട് മുമ്പിലായിട്ടും കുറച്ച് ചെടികളുണ്ട്. പിന്നെ ഹാങ് ചെയ്തേക്കുന്ന ചെടികളുണ്ട്. ഇവിടെ എല്ലായിടത്തും വെള്ളം വീത്തി വേണം എനിക്ക് അങ്ങോട്ട് പോകാനുള്ളത്. ഒരു ചാക്ക് ചാണകം, ഉണക്ക ചാണകം ഉണ്ടല്ലോ, അത് വളമായിട്ട് ഇടാനായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതുവരെ ആയിട്ട് ഞാനത് പൊട്ടിച്ച് കുറച്ചതിൽ നിന്ന് എടുത്തതല്ലാതെ ചെടിയൊക്കെ ഒന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അതിനി പോയിട്ട് വന്നിട്ട് വേണം അത് പൊട്ടിച്ച് മുഴുവനായിട്ട് ഇതിവിടെ ഓരോ ചെടിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ നിങ്ങൾക്ക് ആ നേരെ നിൽക്കുന്ന ചെടി ഏതെന്ന് മനസ്സിലായോ? എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കണേണ് ദേവദാരുവിൻ്റെ ഇല എടുത്ത് ഒന്ന് കശക്കിയിട്ട് മണപ്പിച്ച് നോക്കണം. എന്ത് മണമാണെന്നറിയാമോ ദേവദാരുവിൻ്റെ? അടിപൊളി മണമാണ്. ഈ മതിലിൻ്റെ മണ്ടയിൽ നിൽക്കുന്നില്ല, ഇത് പൊക്കിയെടുത്ത് വെച്ച് അപ്പച്ചേട്ടനെ സമ്മതിക്കണ്ടേ. അങ്ങനെ ഈ ചെടിക്ക് കുറച്ചധികം വെള്ളം ഞാൻ കൊടുക്കും. കാരണം ഈ മതിലിൻ്റെ മണ്ടയിൽ ഇരിക്കുന്ന പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് ഉണങ്ങിയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അങ്ങ് ഉണങ്ങിയല്ല, അങ്ങ് ശോഷിച്ച് വല്ലാത്ത കണക്കങ്ങ് നിൽക്കുമ്പോഴത്തേക്ക് കാണുമ്പോഴത്തേക്ക് വീട് തുറന്നിറങ്ങി വരുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മണ്ടയിൽ കുറച്ചധികം വെള്ളം അങ്ങ് വീട്ടിൽ കൊടുക്കും. എന്നിട്ട് ഈ ഹാങ് ചെയ്തേക്കണ എല്ലാത്തിനും ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അങ്ങോട്ട് ഞാൻ ഓരോരുത്തർ ഇങ്ങനെ വെള്ളം ഒഴിച്ച് അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് എൻ്റെ ധ്രുവം ഉണന്നിട്ടുണ്ട്. ധ്രുവം ഉണന്ന് നേരെ വന്ന് ബെഞ്ചിൽ കുറച്ച് നേരെ ഇരുന്നു.
സച്ചു പോകാനായിട്ട് കുളിച്ച് സുന്ദരനായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിങ്ങനെ നിൽക്കുകയാണ്. ഇതിനിടയിൽ വെള്ളം വീഴണ കണ്ട് ആ വെള്ളത്തിൽ കൈ വെച്ച് ആ ഡ്രസ്സങ്ങ് നനയ്ക്കാൻ വേണ്ടി നോക്കുകയാണ്. നനച്ചാലും അവന് ഞാൻ അതേ ഇട്ട് കൊടുക്കോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അങ്ങ് ഒന്ന് ഒതുങ്ങി. ഇതിനിടയ്ക്ക് ധ്രുവം വന്നിട്ട് വാ അമ്മ എനിക്ക് കുച്ചണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പരാതിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവൻ നോക്കുമ്പോഴത്തേക്ക് രാജ് കുളിച്ച് സുന്ദരനായിട്ട് നിൽക്കുകയില്ലേ, അവനെ ഇനി കൊണ്ടുപോയില്ലെങ്കിലോ എന്ന പേടിയിലാണ് കൊച്ചൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് എല്ലാ ചെടികൾക്കും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുളിക്കാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സോപ്പിട്ടങ്ങ് നിർത്തിയത് കൊണ്ടാണ് അവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ പോണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് കൂടെ വാ എന്നപ്പോൾ ഞാൻ ഇതിനും കൂടെ ഒത്തി വെള്ളം വീത്തിക്കോട്ട്, മരത്തിൽ തൂക്കിയിട്ടേക്കളെല്ലാം കൂടെ ഒത്തി വെള്ളം വീത്തിക്കോട്ട്. ബുദ്ധ ഇരിക്കുന്ന ആ ഫൈക്കസില്ലേ അതിൽ വെള്ളം വീത്തണ ധ്രുവന് ഒരുപാട് ഇഷ്ടമാണ്. ബുദ്ധനെ കുളിപ്പിക്കുകയാണെന്നൊക്കെ എൻ്റെ അടുത്ത് ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും പാവമല്ലേ, വെയിലത്തിരിക്കണതല്ലേ, ഒത്തിപ്പുറത്ത് വെള്ളം വീത്തി കൊടുക്കേണ്ട, ചൂടല്ലേ. അപ്പം കൊടുക്ക് എന്ന് കുഞ്ഞ് പറയും. അങ്ങനെ എന്തൊക്കെയോ രാരീൻ്റെ അടുത്ത് വന്നിട്ട് രാരി പോവാൻ റെഡിയായിട്ടാണ് ഇരിക്കുന്നത്, അമ്മ ഇപ്പം വന്ന് എന്നെയും കുപ്പിച്ച് ഞാനും വരും എന്നൊക്കെ പറഞ്ഞ് രാരീൻ്റെ അടുത്ത് എന്തോന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നപ്പോൾ രാരി നിന്നെ കൊണ്ടുപോകില്ല, അതുകൊണ്ട് നിന്നെ കുളിപ്പിക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് രാരി എരുതിയിൽ എണ്ണ വീത്തി കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് സങ്കടപ്പെട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇനി എന്നെ കൊണ്ടുപോകാമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ധ്രുവ ദാ വരുന്ന അമ്മ. അങ്ങനെ നേരെ ഞാൻ ബുദ്ധൻ്റെ ഫൈക്കസിനൂടെ നന്നായിട്ട് വെള്ളം വീത്തി കൊടുത്തു. ആ ഡ്രം ഇടില്ല, ആ ഡ്രമ്മിൽ കുറേ അധികം വെള്ളം വീത്തി കൊടുത്താൽ മാത്രമേ ഫൈക്കസിൽ വെള്ളം കിട്ടുള്ളൂ. അങ്ങനെ അതിൽ ഞാൻ കുറച്ചധികം വെള്ളം വീത്തി കൊടുത്തു. അപ്പുറത്തുനിന്ന് ചോനനുരുമ്പിൽ അത് ആ ഫൈക്കസിലോട്ട് ഇപ്പോൾ കയറിയാണ് ആ ലൈൻ കമ്പിയിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പുറത്തോട്ടാണ് വെള്ളം വീത്തി കൊടുക്കുന്നത്. എന്തിനാ എൻ്റെ ചെടീൻ്റെ പുറത്ത് ഇങ്ങനെ വന്ന് കയറുന്ന ചോന എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വെള്ളം വീത്തി കൊടുക്കുന്നത്. അപ്പുറത്തൊരു ചെടി ഇരിപ്പുണ്ട്, അതിലും കൂടെ ഞാൻ വെള്ളം വീത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം വീത്തി അങ്ങനെ ചെടികൾക്കെല്ലാം വെള്ളം വീത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും മോട്ടർ ഓഫ് ചെയ്തിട്ട് നമുക്ക് പോവാനായിട്ട് തയ്യാറെടുക്കാം. ജസ്റ്റ് ഒന്ന് വേഗം ധ്രുവനെ കുളിപ്പിച്ച് എനിക്കും ഒന്ന് മേല് കഴുകണം, എന്നിട്ട് ഡ്രസ്സിട്ട് പെട്ടെന്ന് തന്നെ പോവാനായിട്ട് ഒരുങ്ങണം. അപ്പം എൻ്റെ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ശരി, ടാറ്റ ബൈ ബൈ, സീ യു.